കോൺഗ്രസിനെയും സതീശിനെയും വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നൊരു മാധ്യമമാണ് മനോരമ. സതീശൻ്റെ PR പണിയും ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇവർ സ്ഥിരമായി ഒരു സർവേ നടത്തുന്നുണ്ട്. ഇപ്പോഴിതാ നടത്തിയ സർവേകളെല്ലാം വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിലേക്ക് വരുമെന്നുള്ള ജനാഭിപ്രായമാണ് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ മനോരമയുടെ സർവേ റിപ്പോർട്ടുകൾ തന്നെ പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതാ നാസർ അബ്ദുൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രതികരണം വൈറലായി മാറുകയാണ്. വൈറലാകുക എന്ന് വെച്ചാൽ മനോരമയുടെ തിരഞ്ഞെടുപ്പ് സർവേ ഫലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അലയടിക്കുന്നുണ്ട്. മലയാള മനോരമയുടെ സർവേയിലും 44.7% പേർ ഇടതുപക്ഷ ഭരണം തുടരണമെന്നും BJPക്കും കോൺഗ്രസിനും ജമാഅത്തെ ഇസ്ലാമിക്കും RSSനും എല്ലാം കൂടി 50% വോട്ടേ ഉള്ളൂ. കേരളം ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്നാണ് മനോരമയും പറയുന്നത്. കനകയിലു എന്ത് അഭ്യാസമിറക്കിയാലും കേരളം തിരിച്ചറിയും. സംഭവം മനോരമയ്ക്ക് PR പണി കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ വിജയിപ്പിക്കണം, സതീശനെ മുഖ്യമന്ത്രിയാക്കണം. ഇതിനുവേണ്ടി പെടാപ്പാട് പെടുന്നുമുണ്ട്. ചാനൽ ചർച്ചകളായിട്ടാണെങ്കിൽ അങ്ങനെ, പൊതുജനാഭിപ്രായം തേടിയിട്ടാണെങ്കിൽ അങ്ങനെ, മറ്റുള്ള വാർത്തകൾ കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ കരിവാരി തേച്ചിട്ട് സതീശനെയും കോൺഗ്രസിനെയും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പെടാപ്പാട് പെടുകയാണ് മനോരമ ന്യൂസ്. അതിൻ്റെ ഇടയ്ക്കാണ് മനോരമയുടെ സർവേ ഫലം പുറത്തു വന്നപ്പോൾ അതിൽ കൃത്യമായി ഇടതുപക്ഷത്തിന് മുൻതൂക്കം ലഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നാസർ അബ്ദുൾ പറഞ്ഞു വെച്ച ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറുന്നത്. മലയാള മനോരമയുടെ സർവേയിലും 44.7% പേർ ഇടതുപക്ഷ ഭരണം തുടരണമെന്നും BJPക്കും കോൺഗ്രസിനും ജമാഅത്തെ ഇസ്ലാമിക്കും RSSനും എല്ലാം കൂടി 50% വോട്ടേ ഉള്ളൂ. കേരളം ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്നാണ് മനോരമയും പറയുന്നത്. കനകയിലു എന്ത് അഭ്യാസമിറക്കിയാലും കേരളം തിരിച്ചറിയും. മലയാളികളുടെ ഒരു ഭാഷയിൽ പറഞ്ഞു വെച്ചാൽ മനോരമയും സതീശനെ തേച്ചു എന്നർത്ഥം. സംശയമില്ലാതെ തന്നെ മനോരമയുടെ സർവേ ഫലങ്ങൾ പറയുന്നുണ്ട് വീണ്ടും പിണറായി സർക്കാർ വരുമെന്ന്. അതിൻ്റെ കൂടെ ഈ പ്രതികരണം കൂടി വൈറലാകുമ്പോൾ ആപ്പിലാകുന്നത് കോൺഗ്രസ് നേതൃത്വവും സതീശൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളും തന്നെയാണ്. എന്തായാലും ശരി, മനോരമ നിരന്തരമായി കോൺഗ്രസിനും സതീശനും വേണ്ടി പണിയെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എന്നാലും അതേ മനോരമയുടെ സർവേ ഫലങ്ങളിലാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും എന്ത് നിഗമനത്തിലേക്ക് എത്താം? എത്രയൊക്കെ ഇവർ PR ഉടായ്പകൾ കാണിച്ചാലും ശരി, ജനങ്ങൾ നേരിനൊപ്പമായിരിക്കും, വികസനങ്ങൾക്കൊപ്പമായിരിക്കും, ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും.